നോട്ടീസിൽ അച്ചടിച്ച സമയത്ത് തന്നെ തുടങ്ങിയ കോൺഗ്രസിന്റെ സമീപകാലത്തെ ആദ്യ പരിപാടിയെന്ന് വേണമെങ്കിൽ മല്ലപ്പള്ളി യോഗത്തെ വിശേഷിപ്പിക്കാം. പ്രവർത്തകരുടെ കൃത്യനിഷ്ഠയും കോൺഗ്രസ് ആയതിനാൽ തന്നെ എടുത്തു പറയേണ്ടതാണ്. യോഗ ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ പി ജെ കുര്യൻ രൂക്ഷ വിമർശനമാണ് അനിൽ ആന്റണിക്കെതിരെ ഉയർത്തിയത്. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന അദ്ദേഹം BJPയും ചതിക്കും. BJP അധികാരം വരത്തില്ല. അപ്പോൾ അത് കഴിയുമ്പം നമ്മളെ ചതിച്ചിട്ട് പോയ അനിൽ ആന്റണിയെ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സംഗതി ഇങ്ങനെയാണെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി 2ാം സ്ഥാനത്ത് വരുമെന്നാണ് പി ജെ കുര്യൻ വിലയിരുത്തുന്നത്. CPM 3ാം സ്ഥാനത്തേക്ക് പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. യോഗത്തിൽ സംസാരിച്ച അച്ചൂമ്മൻ അനിൽ ആന്റണിയെ പരാമർശിക്കാതെ BJPയെ വിമർശിച്ചു. കേന്ദ്രത്തിലും കേരളത്തിലും ഇന്ന് ഭരിക്കുന്നത് 2 ജനവിരുദ്ധ സർക്കാരുകളാണ്. നേരിട്ടുള്ള ചോദ്യത്തിൽ ഇങ്ങനെയും പ്രതികരിച്ചു. ആ മത്സരാർത്ഥി യാതൊരു വെല്ലുവിളിയും ഉയർത്തിയതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ തോന്നിയിട്ടില്ല. അനിൽ ആന്റണി മടങ്ങിയെത്തിയാൽ കോൺഗ്രസിൽ എടുക്കണമെന്ന പി ജെ കുര്യന്റെ അഭിപ്രായത്തോട് ആന്റണി പക്ഷേ യോജിച്ചതേയില്ല. അധികാര സ്ഥാനങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ട് ഒരു ദിവസം പിൻവാതിൽ കൊണ്ട് കോൺഗ്രസിന്റെ അധികാരം പോയി എന്ന് മനസ്സിലായപ്പോൾ നരേന്ദ്രമോദിജി മകനാണെന്ന് പറയുന്ന ആളെ ഞങ്ങൾക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അതേസമയം പത്തനംതിട്ടയിൽ 2ാം സ്ഥാനത്തിനായിട്ടാണ് UDFും LDFും മത്സരിക്കുന്നതെന്നാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം. എൻ്റെ വിലയിരുത്തലിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി വളരെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോവുകയാണ്. 2ാം സ്ഥാനവും 3ാം സ്ഥാനവും LDFും UDFും തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ 2ാം സ്ഥാനം ആർക്ക് കിട്ടിയാലും 3ാം സ്ഥാനം ആർക്ക് കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അതൊരു വിഷയമല്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.